എല്ലാ ആളുകൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പല ആളുകൾക്കും സിവിൽ സർവീസ് സ്വപ്നങ്ങളായിട്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് സിവിൽ സർവീസ് മേഖല പ്രധാനമായി IAS IPS ഒക്കെയാണ് കൂടുതൽ ആളുകൾക്ക് ലക്ഷ്യങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു IAS IPS പോലെയുള്ള ലക്ഷ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കണം എന്നതിനെ പറ്റി, സിവിൽ സർവീസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനാദ്യം വേണ്ടത് സിവിൽ സർവീസ് പരീക്ഷകൾക്ക് വേണ്ട യോഗ്യതയാണ്. ഇതിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദമാണ് സിവിൽ സർവീസ് പരീക്ഷ അഥവാ IAS നേടാനുള്ള ക്വാളിഫിക്കേഷനായിട്ട് അതിൻ്റെ UPSC കണക്കാക്കുന്നത്. അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് എഴുതാൻ അർഹനാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു യോഗ്യത എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണെങ്കിലും ഈ ഒരു സിവിൽ സർവീസ് കിട്ടാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള വായനാശീലമാണ്. ഏത് കാര്യത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തെപ്പറ്റി അഗാധമായൊരു പാണ്ഡിത്യം ആ വ്യക്തിയിലുണ്ടായിരിക്കണം. ഇപ്പോൾ ലോകത്തിൻ്റെ ഭൂമിശാസ്ത്രം ചോദിച്ചാൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഹിസ്റ്ററി ചോദിച്ചാൽ ഏത് സംഭവങ്ങളെപ്പറ്റി പറഞ്ഞാലും അതിനെപ്പറ്റി ഇന്നമായിരിക്കുകയാണ്, സംഭവങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, രണ്ടാം ലോകമഹായുദ്ധത്തിനെ പറ്റി പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധം 1939 ആരംഭിച്ച് 1945 അവസാനിച്ചു. ഇങ്ങനെ തുടങ്ങി ഓരോ വർഷങ്ങൾ കാലക്രമത്തിൽ പറയുന്ന രീതിയിൽ അത്രയും തറവായിട്ടുള്ള അറിവുകളായത്തിലുള്ള വായനാശീലമാണ് സിവിൽ സർവീസിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ. അതിനുള്ള ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള യോഗ്യത അല്ലെങ്കിൽ അടിസ്ഥാനപരമായ UPSC അംഗീകരിച്ച യോഗ്യത മാത്രമാണ് ബിരുദം എന്ന് പറഞ്ഞാൽ. ഈ പരീക്ഷ ഹിന്ദിയിലും മലയാളത്തിലായിരുന്നു എഴുതാൻ പറ്റിയിരുന്നത്. ഇപ്പോൾ മലയാളം മാതൃഭാഷ ഈ ഒരു എക്സാം മറ്റു പ്രാദേശിക ഭാഷകളിലേക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആക്കിയൊന്നതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് വിവരമല്ല. അപ്പോൾ ഈ സിവിൽ സർവീസ് IAS ഒക്കെ നേടണമെന്നുണ്ടെങ്കിൽ 2 എക്സാമുകൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് പ്രിലിമിനറിയാണ്. പ്രിലിമിനറി പാസ്സായ ആളുകളെ മെയിൻ എക്സാമിന് വേണ്ടി പരിഗണിക്കും. മെയിൻ എക്സാമിൽ ഒരുപാട് പേപ്പറുകൾ നമ്മൾ എഴുതേണ്ട, ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയ ഒരുപാട് പേപ്പേഴ്സ് നമ്മൾ എഴുതിയെടുക്കേണ്ടതുണ്ട് മെയിൻ എക്സാമിന്. ഇതിന് എല്ലാത്തിനും പുറമെ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ IAS IPS പോലുള്ള തസ്തികകളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക. തീർച്ചയായും ഇത് പഠിച്ചു തുടങ്ങുന്ന ആളുകളോട് എനിക്ക് പറയാനില്ല, നിങ്ങൾ സാലറി നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം താൻ പാതി ദൈവം പാതി. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തോ, സാലറി നോക്കിയിട്ട് മാത്രം ഇതിന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പരാജയപ്പെടും. കാരണം പാതി ദൈവം തരണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ രാജ്യത്തിൻ്റെ സേവനം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്ഥാനത്ത് എത്തിപ്പെട്ടാൽ നിങ്ങൾ ഈ രാജ്യത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കും. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ടുള്ള ചേരികൾ, ദാരിദ്ര്യം, ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് പുരോഗതി കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് നല്ല വാല്യുബിളായിട്ട് ഈ ഒരു വിഷയത്തെ സമീപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ഒരു ദൈവികമായൊരു സഹായം അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഭാഗ്യം പിന്തുണക്കുള്ളൂ എന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരികയാണ്. പിന്നെ ഈ മേഖലയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. ഒരു IAS ഓഫീസർക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്താണ്, ക്വാളിഫിക്കേഷൻ ബിരുദം, ക്വാളിറ്റി എന്താണ്? നമുക്ക് നമ്മളിൽ തന്നെ ഉള്ള ഒരു വിശ്വാസമാണ് ആദ്യം വേണ്ടത്. നമുക്ക് നമ്മളെ വിശ്വാസം വേണം. നമ്മൾ റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ IAS ആകാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഞാൻ പറയും, നീ IAS നിന്നെ പോലെ തറയൊക്കെ IAS ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ വിശ്വാസം വേണം. ഞാൻ തറയല്ല, ഞാൻ IAS ഓഫീസർ ആവുന്നതിൻ്റെ വിശ്വാസം നമ്മളെ ഉള്ളിൽ നിന്ന് വേണം. രണ്ടാമതായിട്ട് പ്രയത്നം ചെയ്യാനുള്ള കഴിവാണ്. മടിയന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും സിവിൽ സർവീസ് കിട്ടില്ല. അതിന് പുസ്തകം തന്നെ കയ്യിൽ നിന്ന് വെക്കാതെ എന്തെങ്കിലും കാര്യത്തെ പറ്റി വായിക്കുകയോ കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഇത്തരം വിഷയങ്ങളെ പറ്റി ഇത്തരം എക്സാമുകളെ ഫോക്കസ് ചെയ്യാൻ കഴിയുക. കാരണം അത്രയും ആഴത്തിലുള്ള എക്സാമാണ് ഇത് വരുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഇതിൽ വേണ്ടത് നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം, പ്രയത്നം ചെയ്യാനുള്ള കഴിവ്, അതുപോലെ അതിൽ വരുന്ന മറ്റൊന്നാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള തൻ്റെ ഇടം എന്ന് പറയുന്നത്. അതായത് ഒരു IAS ഓഫീസർ ആയിക്കഴിഞ്ഞാൽ എന്ത് പ്രതികൂല സാഹചര്യങ്ങളും, ഇനിയിപ്പോൾ അവിടെ സുനാമി അടിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് നേരിടാനുള്ള ഒരു തൻ്റെ ഇടം വേണം. നമ്മൾ IAS ആകുമ്പോൾ നമുക്കൊരു ജില്ലേൻ്റെ ഉത്തരവാദിത്വം കിട്ടുമ്പോൾ നമുക്ക് ആ ജില്ല തന്നെ താങ്ങി നിന്നിട്ടാണെങ്കിൽ ഈ ജോലി ചെയ്യുന്നതിൽ തൻ്റെ ഇടം നമുക്ക് വേണം. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവ് വേണം. ചിലപ്പോൾ നമുക്കെതിരെ വധഭീഷണി വന്നേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വർക്കിംഗ് പ്രഷർ വന്നേക്കാം, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികൾ വന്നേക്കാം. പക്ഷേ ഏതൊക്കെ പ്രതിസന്ധികളെ കണ്ടാലും നമ്മൾ സ്ഥൈര്യം നേരിടും. ആകാശം തന്നെ ഇടിഞ്ഞു വന്നാലും അതിനെ മുട്ടുകൊടുത്ത് ഞാൻ താങ്ങി നിർത്തുന്നില്ല, അത്രയും ധൈര്യം നമുക്കൊരു മേഖലയിൽ വേണ്ടതുണ്ട്. പിന്നെ അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ സിവിൽ സർവീസ് ചെയ്യുന്ന ആളുകൾക്ക് ആയത്തിലുള്ള വായന വേണമെന്ന് പറഞ്ഞാൽ, അപ്പം മെയിനായിട്ട് വേണ്ട ഒന്നാണ് ന്യൂസ് പേപ്പർ വായന എന്ന് പറഞ്ഞാൽ. ന്യൂസ് പേപ്പർ നമ്മൾ നന്നായിട്ട് വായിക്കണം. ഒരു ദിവസം 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ ഇങ്ങനെ പത്രവായന കൃത്യമായിട്ട്
പാലിക്കുന്ന ഒരാൾക്ക് മാത്രമേ സിവിൽ സർവീസ് പോലത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം പ്രിലിമിനറി ആണ്, മെയിൻ പരീക്ഷ, ഇൻ്റർവ്യൂ ആണെങ്കിലൊക്കെ ഫേസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിശകലനപരമായിട്ടുള്ള കഴിവാണ്. അതിന് ദിവസം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി നല്ല വായനാശീലമാണ്. നല്ല വായനാശീലം. കറണ്ട് അഫെയർ പഠിക്കുന്ന കുട്ടികളോട് പറയുന്നുണ്ട്, നിങ്ങൾ കറണ്ട് അഫെയർ മാത്രം പോയിൻ്റാക്കി പഠിക്കുന്നതിന് പകരം നിങ്ങൾ പത്രം നന്നായി വായിച്ച് പരമാവധി കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഇത്തരം കുട്ടികളോട് നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മാനദണ്ഡങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ന്യൂസ് പേപ്പർ വായനയാണ് ഒന്ന് വേണ്ടത്. 2, എല്ലാ വിഷയങ്ങളെ പറ്റിയുള്ള അഗാധമായ പാണ്ഡിത്യമാണ്. ഏത് പുസ്തകം കിട്ടിയാലും വായിക്കണം. വാർ ആൻഡ് പീസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും ലോകത്തെ സ്വാധീനിച്ച ആത്മകഥകൾ, കാര്യങ്ങൾ, എന്തൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടുമോ ആ പുസ്തകങ്ങളെല്ലാം നിങ്ങൾ വായിക്കണം. അല്ലാതെ ഇതിന് ഒരു കുറുക്ക് വഴി കോഡ് ഭാഷയിലെ പഠനമൊന്നുമില്ല. ഇതിന് വായിക്കന്നെ ഒരു ദിവസം 20, 19, 15 മണിക്കൂർ കൃത്യം ഊണും ഉറക്കം ഇല്ലാതെ അഗാധമായി പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ സിവിൽ സർവീസ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തു പോയാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന വളരെ നിസ്സാരമായൊരു ഗോളാണ് ഈ സിവിൽ സർവീസ് അറിയുക. അപ്പോൾ ഇതിന് വേണ്ട ക്വാളിറ്റി ഇത് 2, ന്യൂസ് പേപ്പർ വായനയും ശക്തമായ രീതിയിലുള്ള വായനയും മാത്രമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് നേടിയെടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി സെറ്റ് ദ ഗോൾ എന്ന് പറയുന്ന ഒന്നാണ്. നമുക്ക് നമ്മുടേതായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് അതിന് കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്യണം. ഓരോ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ള പ്ലാനിങ് വേണം. അതുപോലെ സാമ്പത്തികം കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ പാർട്ട് ടൈമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നവർ അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. മൂന്നാമതായിട്ട് ആർട്ട് വർക്കാണ്. കഠിനമായിട്ട് ഇതിൻ്റെ പുറകിൽ പ്രയത്നിക്കേണ്ടി വരും. നാലാമത് നേടുന്നത് വരെ പരിശ്രമിക്കണം. 35 വയസ്സ് വരെ 35 വയസ്സല്ല 30, 31 എത്ര വയസ്സ് വരെ ഇത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. 31 വയസ്സ് വരെ കൃത്യമായിട്ട് ഈ സിവിൽ സർവീസ് 6 തവണ വരെ എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു കരിയർ മുന്നോട്ട് കെട്ടിപ്പടുക്കാൻ കഴിയും. നേടുന്നത് വരെ പരിശ്രമിക്കുക. 6 തവണ എഴുതാൻ പറ്റും. 6 തവണ നന്നായി പഠിച്ച് എഴുതി കഴിഞ്ഞാൽ നാളെ രാജ്യത്തിൻ്റെ ഒരു IAS എന്ന് പറയുന്നത് ചെറിയൊരു സ്വപ്നമായിട്ട് നിങ്ങൾ കാണണം. കാരണം നാളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആദ്യത്തെ കാൽവെപ്പ് അതിനെ കണ്ടാൽ മതി. അങ്ങനെ IAS നേടി പിന്നീട് വെച്ചടി കയറ്റം വെച്ച് അവസാനം APJ അബ്ദുൽ കലാം, പ്രണബ് മുഖർജിയൊക്കെ പോലത്തെ രാഷ്ട്രപതി, പ്രധാനമന്ത്രിയൊക്കെ പോലത്തെ ഇന്ത്യയിലെ പരമോന്നതമായ പദവികൾ വഹിച്ച് സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായി. ഏതെങ്കിലും ഒരു ശവസംസ്കാരത്തിന് പുറമെ വെടിയൊക്കെ പൊട്ടിച്ചിട്ടുള്ള നല്ല മാന്യമായ രീതിയിലുള്ള ശവസംസ്കാരം നിങ്ങളെ പറ്റിയ ആളുകൾ എന്നും ഓർത്ത് വെക്കുന്ന ഒരു ഹിസ്റ്ററി ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വേക്കൻസിയാണ് സിവിൽ സർവീസ്. നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം. ഇന്നത് ശ്രീനാരായണ ഗുരുവൊക്കെ പോലത്തെ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസായിട്ട് ഡിഗ്രി കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമല്ല. ഒരു ഡിക്ഷണറി വാങ്ങി ഒരു ദിവസം 20, 25 വാക്കുകൾ വെച്ച് പഠിച്ചു പോയാൽ മതി. കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ്. എത്രയോ വീട്ടിലെ ഈ പണക്കാർക്ക് മാത്രമേ സിവിൽ സർവീസ് എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളത് വെറും വിഡിത്തപരമായിട്ടുള്ള കാര്യം. എത്രയോ വീട്ടിലെ പാവപ്പെട്ട കുട്ടികൾ പഠിച്ചിട്ട് സിവിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അവർ ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന 1/2 മിനിറ്റ്, 5 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് ഒക്കെ അവർ ഇതിനു വേണ്ടി നീക്കി വെക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ട്രാക്ക് കിട്ടി. ആ ട്രാക്കിലൂടെ ഇങ്ങനെ കയറി സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവർക്ക് വിജയം വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിന് പരിശ്രമിക്കണം. എല്ലാവരും ഈ സിവിൽ സർവീസിൽ പങ്കാളികളാണ്. കൂടുതൽ എഫിഷ്യൻ്റായിട്ടുള്ള ഉദ്യോഗസ്ഥ രാജ്യത്തിന് ആവശ്യം. നിങ്ങളൊരിക്കലും വില കുറച്ച് കാണും. നിങ്ങൾ എഫിഷ്യൻ്റാണ്. നിങ്ങളോട് തന്നെ പറഞ്ഞോളൂ, നിങ്ങൾ വളരെയധികം കരുത്തുറ്റൊരു പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾ ആരെന്തൊക്കെ തളർത്തിയാലും നിങ്ങൾ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ നിങ്ങളെ പറ്റി ഓർക്കേണ്ട കാര്യം, നിങ്ങൾ ആർക്കും തകർക്കാൻ കഴിയാത്തൊരു അസാമാന്യ പ്രതിഭയാണെന്ന് 10 തവണയെങ്കിലും നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അത്രയും പറഞ്ഞ് ഞാൻ വെക്കുകയാണ്. ഓക്കെ.